ഇതുവരെയുള്ള ശബരിമലയിലെ അറസ്റ്റുകളെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു, അത് വെച്ച് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു, സുധീഷിനെ അറസ്റ്റ് ചെയ്തു. ഇത്തരം അറസ്റ്റുകളൊന്നും തന്നെ CPM-നെ നേരിട്ട് ബാധിക്കാത്ത അറസ്റ്റുകളായിരുന്നു. അതായത് പരോക്ഷമായിട്ട് CPM-നും ദേവസ്വം ബോർഡിനും ഒക്കെ ഉത്തരവാദിത്തമുണ്ടെങ്കിലും അവർക്ക് ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. ഉദ്യോഗസ്ഥന്മാർ ചെയ്ത തെറ്റാണ്, ഉദ്യോഗസ്ഥന്മാർ ചെയ്ത പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ആ ഒരു ഇളവ് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് അവർ കൊടുക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെയെങ്കിലും ന്യായീകരിക്കാമായിരുന്നു അവർക്ക്. പക്ഷേ വാസുവിൻ്റെ അറസ്റ്റോട് കൂടി CPM എന്താണ് ഈ ലോകത്തിന് മുന്നിൽ തന്നെ നാണം കിട്ടുമെന്ന് പറയാം. കാരണം ലോകവ്യാപകമായി ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അതും അയ്യപ്പന് വളരെ പ്രത്യേകതയുണ്ട്. നമുക്കറിയാലോ, 41 ദിവസം വ്രതമെടുത്ത് കൃത്യമായ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും പോയി ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര സന്ദർശനം അല്ലെങ്കിൽ ഭഗവാനെ കാണുക എന്നൊക്കെ പറയുന്നത് ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിനകത്ത്, ഒരു കാനന ക്ഷേത്രത്തിനകത്ത് CPM നിയമിച്ചിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒരു ദേവസ്വം കമ്മീഷണർ ഈ തരത്തിൽ തട്ടിപ്പ് നടത്തുമ്പോൾ അതിൽ CPM-നെ കുറ്റപ്പെടുത്താൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്.